മലയാള സിനിമാ സംഗീതത്തിൽ മാറ്റങ്ങളുടെ കാലമായിരുന്നു 70കൾ. പുതിയ ഗാനരചയിതാക്കൾ, പുതിയ സംഗീത സംവിധായകർ, പുതിയ ആസ്വാദന ശീലങ്ങൾ, ഓർക്കസ്ട്രേഷനിൽ വരുന്ന മാറ്റങ്ങൾ, ചിത്രീകരണത്തിൽ വരുന്ന മാറ്റങ്ങൾ. ഈ മാറ്റങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഹിറ്റുകൾ സമ്മാനിച്ച ഒരു കൂട്ടുകെട്ടാണ് ഇന്ന് അവർ കണ്ടുമുട്ടുപോകുന്ന പരിപാടിയിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അവർ രണ്ടുപേരും മലയാള സിനിമയ്ക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആളുകളാണ്. ശിവശങ്കരൻ നായരും സാമുവൽ ജോസഫും. ഒരുപക്ഷെ മലയാളികൾ ആ പേരിൽ അവരെ അറിയില്ലായിരിക്കും. അവരുടെ കൂടുതൽ പ്രശസ്തമായ പേര് ബിച്ചു തിരുമല ശ്യാം. ശ്യാം സാർ, എങ്ങനെയാണ് ഈ സാമുവൽ ജോസഫ് ശ്യാമായി മാറിയത്? അച്ഛനും അമ്മയും വെച്ച പേര് സാമുവൽ ജോസഫാണ്. അപ്പോൾ ഞാൻ പഠിത്തം കഴിഞ്ഞിട്ട് ഡിഗ്രിയൊക്കെ എടുത്തതിന് ശേഷം ഓർക്കസ്ട്ര അവിടെ പോയിട്ട് വായിക്കുമ്പോൾ MSV സ്ഥലം എന്നെ ശ്യാമൻ വിളിച്ച് അതങ്ങനെ ശ്യാമായിപ്പോയി. ഈ ബിച്ചു ശ്യാം കൂട്ടുകെട്ടിൻ്റെ തുടക്കം സത്യം പറഞ്ഞാൽ 2 ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ കാമം, ക്രോധം, മോഹം, അക്കൽദാമ. രണ്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള മ്യൂസിക്കൽ ഒരു ശൈലി, ഉദാഹരണത്തിന് ഈണത്തിനനുസരിച്ച് എഴുതുക എന്ന് പറയുന്ന ഒരു ശൈലി തന്നെ ആ പടത്തിലൂടെയാണ് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ഒരു കൂടിക്കാഴ്ച? മധുചേട്ടൻ വിളിക്കുമ്പോൾ ഞാൻ ആ മദ്രാസിലെത്തുന്നു. മദ്രാസിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ ശ്യാമിരിപ്പുണ്ട്. അപ്പോൾ ഇത് ശ്യാമാണെന്നോ മ്യൂസിക്കാണെന്നോ ഞാൻ പാട്ട് എഴുതാനാണ് പോകുന്നോ ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് ഭരണിക്കാവ് ശിവകുമാർ പുള്ളിയെടുത്ത് പോയിട്ട് തിരിച്ചു വരുന്നു. വളരെ വിഷണ്ണനായ ഭാവത്തോടുകൂടിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഭരണിക്കാവല്ലേ എന്ന് ചോദിച്ചു. എല്ലാം ഞങ്ങൾക്ക് പരിചയമില്ല, ഒരു പരിചയമില്ല. ഏതായാലും അങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഞാൻ ചോദിച്ചു, ഭരണിക്കാവല്ലേ? അതെ. നിങ്ങളെ അന്വേഷിക്കുന്നുണ്ടോ? ഞാൻ ഒന്ന് നോക്കിയിട്ട് വരട്ടെ, ചേട്ടനെ ഒന്ന് കണ്ടിട്ട് വരട്ടെ, എനിക്ക് പൊക്കളായിരുന്നു. ചേട്ടൻ പറഞ്ഞു, ആ വേറൊരു ഗാന്ധിയതായി ഇപ്പോൾ പോയതേ ഉള്ളൂ പുറത്തേക്ക്. ഞാൻ എനിക്ക് ഒരു 3-4 പാട്ട് വേണം അതിനുവേണ്ടി. 2 പടമുണ്ട്. ഏതായാലും വന്നപ്പോൾ ആദ്യം കാണുന്നല്ലേ, ഞങ്ങൾ 2 കൂടെ എഴുതിക്കോളാം, ഇനി കുഴപ്പമൊന്നുമില്ല. സമ്മതിച്ചു. അങ്ങനെ ഞാൻ തിരിച്ച് അങ്ങനെ അകത്തേക്ക് വിളിച്ചു. ഇങ്ങേർക്കായിരുന്നു കൊടുക്കായിരുന്നു, അങ്ങേര് തന്നെ സമ്മതിച്ചു, നിങ്ങളും കൂടെ വേണം. അങ്ങനെ പിന്നെ ഇതിനകത്ത് കാമക്രോധം മോഹത്തിൽ 2 പാട്ടുകൾ പുള്ളി 2 പാട്ട് ആദ്യം എഴുതിയ പാട്ട് ഏതായിരുന്നു? കാമക്രോധം മോഹൻ തന്നെയാണ് ആദ്യം എഴുതിയത്. ഉന്മാദം, ഗന്ധർവ സംഗീതം. അപ്പോൾ അതെന്താ ഇതിൽ ഉന്മാദം, ഇത് ഞാൻ നേരത്തെ ഒരു 4-5 ലൈൻ എഴുതി വെച്ചിരുന്നു. അത് പക്ഷേ അതൊക്കെ ഒന്ന് മാറ്റേണ്ടി വന്നു, കുടഞ്ഞ് മാറ്റേണ്ടി വന്നു. ട്യൂൺ ഇട്ട് കൊടുത്തില്ലേ? അത് ട്യൂൺ ഇട്ടിട്ട് എഴുതുന്നുള്ള ഒരു പരിപാടി. ഒന്നാമത് പാട്ട് എഴുതുന്നേ വിചാരിച്ചല്ല ഞാൻ ചെല്ലുന്നു, ഒന്നും അറിയില്ല. അപ്പോഴാണ് ഇതിങ്ങനെ എടുത്ത് തരുന്നത്. അപ്പോൾ ഞാൻ ഈ ട്യൂണിനനുസരിച്ച് 2 ലൈൻ എന്തായാലും എഴുതി. ഉന്മാദം ഗന്ധർവ സംഗീത സായാഹ്നം അതെഴുതി. പക്ഷേ പിന്നെ ടന്നനാനി നന്ന അത് ഞാൻ നേരത്തെ എഴുതിയെടുത്ത് വെച്ച് പുള്ളിയുടെ കൊടുത്തു. വളരെ കഷ്ടപ്പെട്ടു. എന്നാൽ തന്നെയും പുള്ളി അതിനനുസരിച്ച്, ഒന്നാമത് മലയാളം അറിയില്ല. അതെ, ശരി. പക്ഷേ ബിച്ചു ചേട്ടൻ ആദ്യമായിട്ടല്ലേ ആ സിനിമയിലല്ലേ ട്യൂണിനനുസരിച്ച് എഴുതുന്നത്? അതെ, അതിന് മുമ്പേ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് നമ്മൾ ടാലന്റ് ഉണ്ടായിരുന്നു, അതുണ്ടാവും. അത് കണ്ടാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തത്. ഓർമ്മയുണ്ടോ ആദ്യം എഴുതാമെന്ന്? ഓർമ്മയുണ്ടോ? ഡെഫിനറ്റായിട്ട് ഓർമ്മയുണ്ട്. ഈ രൂപം തന്നെയായിരുന്നോ? ഈ രൂപം തന്നെയായിരുന്നോ? എനിക്ക് തോന്നുന്നു ശ്യാം സാർ തത്തക്കാരെന്ന് പറയും, അങ്ങനെ പാടിക്കൊടുക്കുന്ന ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ട്യൂണ്. ഇതിൽ ഇവരെ ഫിറ്റ് ചെയ്യുന്നു. മോനെ ഇത് എഴുതിയ ബിച്ചു ഇത് എഴുതുമ്പോൾ അപ്പോൾ ഈ സ്കാനിങ് ഇതിൽ അത് ഫിറ്റ് ചെയ്യണം. അത് ചില പേർക്ക് കറക്റ്റ് നല്ല ടാലൻ്റ് ഉണ്ട്, ചില പേര് അത് ഇങ്ങനെ പേടിയാവും. അത് എങ്ങനെ ഇത് ഇപ്പോൾ ഇത് തന്നെ ഇപ്പം പുള്ളി പാടിയ ട്യൂണുണ്ടല്ലോ, അതെങ്ങനെ പാടുക? ഇത് ഇത് തന്നെ മലയാളത്തിൽ ഇങ്ങോട്ട് എൻ്റെ ലൈൻ ഇടുകയാണ്. പണ്ടു പണ്ടു മധുവിൻ്റെ വീട്ടിലൊരു ഗാന വളരെ കിക്കാണ്. വന്നാൽ മനസ്സിൽ വരണം, ആ പദങ്ങളൊക്കെ മനസ്സിൽ വരണം. ശശിയുടെ ഒരു പടത്തിലെ പാട്ടുണ്ടല്ലോ,
തീയിൽ നിന്ന് തരും ഒരിക്കലും തോന്നൂല. മൈനാകം വളരെ വളരെ ഫേമസ്. അതുപോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആ നാലാമത്തെയോ അഞ്ചാമത്തെ ആ സിനിമയിൽ വന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ട്യൂണ് ശ്യാം സാർ എന്നാണ് മഞ്ഞിൽ തേരേറി. അതിന്റെ എന്തോ ഒരു കഥ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ഉള്ള കാര്യമാണ്. റൗഡി റാം എന്നൊരു പടം നമ്മുടെ അറുമമണി അവർ ഡയറക്ഷൻ എന്ന് തോന്നുന്നു, അവർ ഡയറക്ഷനിൽ ഒരു പടം. അപ്പോൾ ഞാൻ ഹോട്ടലിൽ നൈറ്റിൽ തന്നെ കമ്പോസിങ് എൻ്റെ അപ്പോൾ ഞാൻ അസിസ്റ്റൻ്റ് ആയിരുന്നു. പെട്ടെന്ന് ഒരു ടെലഗ്രാം ഒരു കോൾ വന്നു. കാൽ മുതൽ ഓടിപ്പോയി. ഞങ്ങൾ വേറെ കമ്പോസിങ്ങിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സോങ് ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം, നാളെ രാവിലെ ഷൂട്ടിങ് 12:30 മണി നൈറ്റ്. അപ്പോൾ 2 ലേഡീസ് ഹീറോയിനും മറ്റവർ കുടിക്കുന്ന സീനാണ്. അത് ഒരു നല്ല ഒരു പാട്ട് വേണം, ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. അപ്പോൾ പുള്ളി എടുത്ത് പറഞ്ഞു, പുള്ളി റെഡി എന്ന് പറഞ്ഞു. ഒരു റിതം സെലക്ട് ചെയ്ത് അപ്പോൾ ഒരു ഓപ്പണിങ് തന്നാ നാ 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 തൻ തന ഇങ്ങനെ റെഡി ചെയ്തു. പുള്ളി അങ്ങനെ സമ്മതിച്ചപ്പോൾ ശരി ഞാൻ അങ്ങനെ കുറച്ചും കൂടെ അഡ്വാൻസ് ആയിട്ട് പോയി. അപ്പോൾ ഫുൾ സോങ് അത് വളരെ വേഗം തീർന്നു. പക്ഷേ ഇതിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ചാൽ അത് ഞാൻ മറക്കില്ല, എപ്പോഴും ഞാൻ പറയും. പുള്ളി തമിഴിൽ ഒരു ഡയറക്ടർ പറഞ്ഞ RC ശക്തി എന്നൊരു ഡയറക്ടർ, അവർ പറഞ്ഞത് ഇത് പാട്ട് സാർ ഇതുപോലെ നമ്മുടെ മനിതരിൽ ഇത്തരങ്ങളാണ് ഒരു പടം, അത് കമൽ ശ്രീദേവി, ആ പടത്തേക്ക് ഈ പാട്ട് വേണം സാറിന്. ഞാൻ പറഞ്ഞു നേരത്തെ കൊടുത്തിട്ട് ശരി തമിഴല്ല ശരി ഓക്കെ എന്ന് പറഞ്ഞു. തമ്പി പാട് എന്ന് പറഞ്ഞു. 6 മണിത്തിൽ പാടി നോക്കി. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഇത് ആര് എഴുതിയതെന്ന് ചോദിച്ചു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിൽ. ഞാൻ പറഞ്ഞു ബിച്ചു തിരുമല. ശരണം ഇങ്ങനെ തന്നെയാണ് ചോദിച്ചു. അല്ല ശരണം ഒരു വേറെ രീതിയിൽ പോകും, പല്ലവി ഓക്കെ എഴുതി കറക്റ്റായിട്ട് ഒരു ചുരുക്കത്തിൽ 45 മിനിറ്റ്സിൽ പുള്ളി എപ്പോഴും 45 മിനിറ്റ്സിൽ ഒരു പാട്ട് എത്തിയേക്കും. പിന്നെ പറഞ്ഞു ഈ പാട്ട് റെക്കോർഡ് ചെയ്തതിന് ശേഷം എനിക്ക് കൊണ്ടുവന്ന് കാണിക്കുക കണ്ടിപ്പാ കൊണ്ടാത്ത അത് ശരി ഓക്കെ തന്നെ. റെക്കോർഡ് ചെയ്തതിന് ശേഷം അടുത്ത സോങ്ങിൽ പുള്ളി എഴുതണമല്ലേ, അപ്പം പറഞ്ഞു അണ്ണേ സോങ് കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി കേട്ടിട്ട് അവർ അത്ര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പറഞ്ഞു നല്ല മിടുക്കനാണ് എഴുതിയത് ആള് ബിച്ചു തിരുമല. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അതിന് മുകളിൽ സർട്ടിഫിക്കറ്റ് എന്തിന് ഇപ്പോൾ തന്നാ താ എഴുതാം. അത് പ്രോബ്ലമാണ്. കുളിക്കുന്ന സീനായിട്ടാണ്. ഇപ്പം മഞ്ഞിൻ തേരേറി കുളിരണ് പറ്റും. ഒരാൾ മുങ്ങിക്കഴിയുമ്പോൾ കുളിരണമെന്ന് തോന്നും, മഞ്ഞിൻ്റെ തേരാണ് കയറുന്നത്. അപ്പോൾ ആ രീതിയിൽ അങ്ങ് പോകുന്നത്. അതെല്ലാം ഒരു ഭാവനയിൽ ഇതെല്ലാം അങ്ങ് കാണുകയാണ്, സിനിമ കാണുകയാണ്. ഇത് കണ്ണദാസൻ എഴുതി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഇതുപോലെ തന്നെ പൊന്നേ ഭൂമി എടി അത് ശരി അത് ശരി അങ്ങനെ വന്നത് അത് ശരി. അത് അടുത്ത ആൾ പറയണത് ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ എഴുതാനാണ് കുറച്ചും കൂടി ബുദ്ധിമുട്ടെന്ന് പറയും ഈ തമിഴിനേക്കാളും ഇങ്ങനെ ട്യൂണിനനുസരിച്ച്. അല്ലല്ലല്ല, തമിഴിൽ എല്ലാത്തിലും ബുദ്ധിമുട്ട് തന്നെ, പക്ഷെ എഴുതുന്നവർക്ക് എല്ലാം ഒരുപോലെ. ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അന്ന് വരെയുള്ള മാപ്പിളപ്പാട്ടേക്കാട്ട് നല്ല ട്യൂണാണ്. അതാ തോന്നിപ്പോകുന്നു.